ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബേസ് ഹൈമാനൂസയുടെ തിയോളജിക്കൽ ടോക്ക് സീരീസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ പൗലോസ് ലീഹ സ്ത്രീകളെ സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുന്നുണ്ടോ? ഏറെ പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണിത്. വിശുദ്ധ പൗലോസ് ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 14-ാം അധ്യായം 34 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ സ്ത്രീകൾ സഭാസമ്മേളനത്തിൽ നിശബ്ദരായിരിക്കുന്നത് സംബന്ധിച്ച ചർച്ച കാണാൻ സാധിക്കും. പൗലോസ് അപ്പസ്തോലൻ ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും വ്യാഖ്യാതാക്കൾ വിവിധ രീതിയിൽ വിശദീകരിക്കുകയും ചെയ്തിട്ടുള്ള വാക്യങ്ങളാണിവ. പൗലോസ് ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 28-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: സഭയിൽ അടിമയെന്നോ സ്വതന്ത്രനെന്നോ, പുരുഷനെന്നോ സ്ത്രീയെന്നോ, യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ വ്യത്യാസമില്ല. ഇപ്രകാരം പഠിപ്പിക്കുന്ന ശ്ലീഹ ഇത്തരം ഒരു നിഷേധാത്മക നിലപാട് എടുക്കാനിടയില്ല എന്ന് തന്നെ വേണം കരുതാൻ. അതിന് പ്രധാനമായും ചില കാരണങ്ങളുണ്ട്. ഒന്നാമതായി, സ്ത്രീകളോട് മാത്രമല്ല ശ്ലീഹ മൗനമായിരിക്കണമെന്ന് പറയുന്നത്. അതിനു മുൻപ് 2 കൂട്ടരോടുകൂടി മൗനം ദീക്ഷിക്കണമെന്ന് പറയുന്നതായി കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 28-ാം 27-ാം വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമതായി, ഒരു സമയത്ത് ഒരുവൻ മാത്രം സംസാരിക്കുക, സംസാരിച്ച് തീർന്നതിന് ശേഷം മാത്രം അത് വ്യാഖ്യാനിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ ശ്രോതാക്കൾക്ക് അത് ഗ്രഹിക്കാൻ സാധ്യമല്ലതായിത്തീരും. രണ്ടാമതായി ശ്ലീഹ പറയുന്നു, സംസാരിക്കാൻ ആളില്ലെങ്കിൽ സംസാരിക്കുന്നവൻ മൗനം ദീക്ഷിക്കട്ടെ. മൂന്നാമതായാണ് സ്ത്രീകളോട് മൗനമായിരിക്കണമെന്ന് ശ്ലീഹ പറയുന്നത്. ഇപ്രകാരം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആരാധനയിൽ ഉണ്ടായിരിക്കേണ്ട ആചാരമര്യാദകളെയാണ് ശ്ലീഹ ഇവിടെ അവതരിപ്പിക്കുന്നത്. രണ്ടാമതായി, സംസാരിക്കുക എന്നതിന് ശ്ലീഹ ഇവിടെ ഉപയോഗിക്കുന്ന പദങ്ങളെ സംബന്ധിച്ചുള്ളതാണ്. വിശുദ്ധ പൗലോസ് ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: സ്ത്രീകൾക്ക് പ്രാർത്ഥിക്കാനും പഠിപ്പിക്കാനും സഭയിൽ സാധിച്ചിരുന്നുവെന്ന്. ഇപ്രകാരം സ്ത്രീകൾക്ക് പഠിപ്പിക്കാനും പ്രവചിക്കാനും അവസരമുണ്ടെന്നിരിക്കെ മറ്റ് സംസാരങ്ങളെല്ലാം നിരോധിക്കുന്നതാണ് ശ്ലീഹായുടെ വാക്കുകൾ. ഒന്നാമതായി, സംസാരിക്കുക എന്നതിന് ശ്ലീഹ ഉപയോഗിക്കുന്നത് ലലയിൻ എന്ന ഗ്രീക്ക് പദമാണ്. ഒച്ചവെക്കുക, വർത്തമാനം പറയുക എന്നതൊക്കെയാണ് ഈ പദത്തിന് അർത്ഥം. രണ്ടാമതായി, അർത്ഥപൂർണമായി സംസാരിക്കുക എന്നതിന് ശ്ലീഹ ഉപയോഗിക്കുന്ന ഗ്രീക്ക് പദമാണ് ലേഗൈൻ എന്നത്. ഇപ്രകാരം സഭയുടെ ക്രമത്തിന് തടസ്സമാകുന്ന വിധത്തിൽ സംസാരിക്കുന്ന സ്ത്രീകളെ തിരുത്തുക മാത്രമാണ് ശ്ലീഹ ഇവിടെ ചെയ്യുന്നത്. മറിച്ച് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയോ അവർക്ക് പഠിപ്പിക്കാനും പ്രവചിക്കാനും പ്രാർത്ഥിക്കാനും അവസരമില്ല എന്ന് പറയുകയോ ചെയ്യുന്നില്ല. അവരെ ഉപദേശിക്കുകയും അവർക്ക് പ്രാർത്ഥിക്കാനും പഠിപ്പിക്കാനും പ്രവചിക്കാനും ഒരു ക്രമം നൽകുകയുമാണ് ശ്ലീഹ ഇവിടെ ചെയ്യുന്നത്. അറിവുകൾ ഉണ്ടാവട്ടെ, അറിവുകൾ തിരിച്ചറിവുകളാവട്ടെ, തിരിച്ചറിവുകൾ ബോധ്യങ്ങളാവട്ടെ. മിശിഹ നമ്മയെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.